ഇപ്പോൾ വൈകുന്നേരം ഒരു 6 മണിയായിട്ടുണ്ട്. ഞങ്ങൾ പുറത്തേക്ക് പോകുന്നത് എന്തിനാണെന്നോ? ശങ്കുരുക്കുട്ടൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് മേടിക്കാൻ, ഡെക്കറേറ്റീവ് ഐറ്റംസ് മേടിക്കാനൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ പോക്കാണിത്. വാ, ശരത്തലേനെ വിളിച്ചോണ്ട് വരാൻ നേരത്തേക്കായിരുന്നു. ബർത്ത്ഡേ ഡ്രസ്സ് ഞങ്ങൾ നേരത്തെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരാഴ്ച മുന്നേ. അതുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അപ്പോൾ മറ്റു കാര്യങ്ങൾ വാങ്ങാനായിട്ടാണ് ഇപ്പോൾ വന്നേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇവിടുന്ന് ഡെക്കറേറ്റ് ഐറ്റംസ് മേടിക്കണം. ഞങ്ങൾ വന്നേക്കുന്നത് നെക്സ്റ്റ് ഹൈപ്പർ മാർക്കറ്റിലാണ് കേട്ടോ, ഒമാനിൽ. തൊപ്പി അല്ല, ഇങ്ങനെ കണ്ണി വെക്കുന്നതാണ്. നോക്കട്ടെ, ഞാൻ 8 വയസ്സ് വരെ ശങ്കുരുമോൻ്റെ ബർത്ത്ഡേക്ക് എല്ലാ ഐറ്റംസും ഞാൻ ഇങ്ങനെ എനിക്ക് അറിയാം ഇന്ന ഇന്ന കാര്യങ്ങൾ വാങ്ങണം, അല്ലെങ്കിൽ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് തിരഞ്ഞെടുക്കുന്നു, എന്തൊക്കെ വേണം എന്നുള്ളത് എൻ്റെ ചോയ്സായിരുന്നു. പക്ഷേ എന്തോ ഈ വർഷം വളരെ പ്രത്യേകതയായിട്ട് ശങ്കുരുമോൻ തന്നെ ഒരു ബർത്ത്ഡേക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നുള്ളത് അവൻ തന്നെ അവന് വേണ്ടുന്ന കാര്യങ്ങൾ തിരഞ്ഞെടുക്കുമായിരുന്നു. കുട്ടികൾ വലുതാകുമ്പോൾ അങ്ങനെയൊക്കെയാണല്ലേ. പക്ഷേ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അവനായിട്ട് അവൻ എന്തൊക്കെ വേണം അതെല്ലാം എടുത്തു. എന്നിട്ട് അവൻ ഓരോ പാക്കറ്റ് എടുത്തിട്ട് അതിൽ എന്തൊക്കെയുണ്ട്, ഇങ്ങനെയൊക്കെ വേണം, അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണല്ലേ. മക്കൾ എത്ര വലുതായി. അങ്ങനെ ഒരു പ്രത്യേകത ഈ വർഷത്തെ ബർത്ത്ഡേക്ക് ഉണ്ടായിരുന്നു. അവൻ തന്നെയാണ് അവൻ്റെ സാധനങ്ങളൊക്കെ തിരഞ്ഞെടുത്തത്. പിന്നീട് നാളെ ശരത്ത് മോൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവന് വേണ്ടിയിട്ടൊരു ഡ്രസ്സ് മേടിക്കാൻ വേണ്ടിയാണ് അവിടെ ചുറ്റിക്കറങ്ങിയത്. പിന്നീട് നമ്മൾ കേക്കിൻ്റെ സെക്ഷനിലെത്തി. ഒരുപാട് കേക്കുകൾ, എന്ത് വേണം എല്ലാ ഫ്ലേവറിലുള്ളതും അവിടെ ഉണ്ടായിരുന്നു. അതും അവൻ്റെ ചോയ്സ് തന്നെയായിരുന്നു, അവന് ഇഷ്ടമുള്ള കേക്ക്. അപ്പോൾ അവന് ഒരു മഞ്ഞ കേക്ക് അവിടെ ഇരുന്നപ്പോൾ അത് മതി എന്ന് പറഞ്ഞത് പൈനാപ്പിളിൻ്റെ ഫ്ലേവറാണ്. അപ്പോൾ മഞ്ഞ ഡ്രസ്സാണ് വൈകിട്ട് കേക്ക് മുറിക്കാൻ ഇടുന്നതെന്നുള്ളത് കൊണ്ടാണ് മഞ്ഞ കേക്കൊക്കെ എടുക്കുന്നത് ഞാൻ പറഞ്ഞു. അതിനകത്തൊരു കറുപ്പും ഉണ്ടായിരുന്നു കേട്ടോ. മഞ്ഞയും കറുപ്പോട് ചേർന്നൊരു ഡ്രസ്സാണ്. ഈ കേക്കാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത്. പക്ഷേ ആ ഒരു കേക്ക് മാത്രം നമ്മുടെ ഫ്ലാറ്റുകളിലെല്ലാം കൊടുക്കാൻ തികയാത്തത് കൊണ്ട് ഞങ്ങൾ ഒരു കേക്കും കൂടെ മേടിച്ചു, മറ്റൊരു ഫ്ലേവറിലെ കേക്കും കൂടി. അപ്പം ശങ്കുരുമോൻ്റെ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ നമ്മളൊരു സെലിബ്രേഷനായിട്ടൊന്നും ചെയ്യാറില്ല. വീട്ടിൽ തന്നെ ഞങ്ങൾ 3 പേരെ കാണാറുള്ളൂ. ഇത്തവണ ശരത്ത് മോൻ നാട്ടിൽ നിന്ന് വന്നതുകൊണ്ട് അവനും കാണും, ചിലപ്പോൾ ദീപവും ഉണ്ടാവും. ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഫംഗ്ഷൻ. പിന്നെ പായസം വയ്ക്കും, ഫ്ലാറ്റിലെ എല്ലാവർക്കും കൊടുക്കും. ഈ കേക്ക് മുറിച്ച് ഫ്ലാറ്റിലെ എല്ലാവർക്കും കൊടുക്കും. ഇതാണ് സാധാരണ ചെയ്യാറ്. പിന്നെ വൈകുന്നേരം പുറത്ത് പോയി ഫുഡായി വാങ്ങി കഴിക്കും. ഇതൊക്കെയാണ് ഞങ്ങളുടെ സന്തോഷങ്ങൾ കേട്ടോ. എന്തൊക്കെയായാലും ശങ്കുരുമോൻ ഒരുപാട് സന്തോഷത്തിലാണ് സ്കൂളിൽ പോയിരിക്കുന്നത്. അത് ഇന്നത്തെ ദിവസം എന്താണെന്നറിയില്ല. ശങ്കുരുമോന് മാത്രമല്ല, ഞങ്ങൾക്കൊക്കെ വളരെ സന്തോഷമാണ്. എല്ലാ വീടുകളിലും അങ്ങനെ തന്നെയാണെന്ന് എനിക്കറിയാം. എങ്കിലും എന്നെ സംബന്ധിച്ച് അതൊരു വലിയ കാര്യമാണ്. അപ്പോൾ എല്ലാം വാങ്ങി പർച്ചേസ് ചെയ്ത് ഞങ്ങൾ പോവുകയാണ്. ബൈ.